പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി 37 കോടി രൂപ കൂടി അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിച്ചു വരുന്നു. ആരോഗ്യ മേഖലയിൽ നടന്നുവരുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ഏറെ പ്രയോജനപ്രദമാകുമെന്നും മന്ത്രി പറഞ്ഞു. 2023-2024 വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് മുഖേന 20 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, 7 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 4 സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി തുക അനുവദിച്ചിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 55 ലക്ഷം രൂപ വീതവും, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 1.43 കോടി രൂപ വീതവും, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 4 കോടി രൂപ വീതവുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ വികസനം സാധ്യമാക്കാൻ ഇത് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായ മെഴുവേലി, പ്രമാടം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായ കുറ്റപ്പുഴ, പുറമുറ്റം, മല്ലപ്പുഴശ്ശേരി, പന്തളം, തെക്കേക്കര, തോട്ടപ്പുഴശ്ശേരി എന്നിവയ്ക്ക് 1.43 കോടി രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളായ തുമ്പമൺ, കുന്നന്താനം, ചാത്തങ്കേരി, വെച്ചൂച്ചിറ എന്നിവയ്ക്ക് 4 കോടി രൂപ വീതവും അനുവദിച്ചു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായ ഇളമ്പള്ളി, മണ്ണടി, കുറുമ്പക്കര, കോട്ടാങ്ങൽ മെയിൻ സെൻറ്റർ, കവിയൂർ മെയിൻ സെൻറ്റർ, ഒറ്റത്തേക്ക്, വെച്ചൂച്ചിറ മെയിൻ സെൻറ്റർ 1, കുന്നം, കോളഭാഗം, പറയനാലി, കുളനട മെയിൻ സെൻറ്റർ, വലിയകുളം, ഏനാത്ത്, കോമളം, ളാക, റാന്നി, പഴവങ്ങാടി മെയിൻ സെൻറ്റർ, കോഴിമല, വാളക്കുഴി, കോട്ടയംകര, ഇളകൊള്ളൂർ എന്നിവയ്ക്ക് 55 ലക്ഷം രൂപ വീതവും അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്.